എന്താണ് സുവർണ നിയമം? ബൈബിളിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. സുവർണ നിയമം എന്ന പദപ്രയോഗം ബൈബിളിൽ എവിടെയുമില്ല. ആളുകളോട് എങ്ങനെ ഇടപെടണമെന്ന് യേശു പഠിപ്പിച്ചു. ആ നിയമത്തെ കുറിക്കാനാണ് പലരും ഈ പദപ്രയോഗം ഉപയോഗിക്കുന്നത്. യേശു തന്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു: മറ്റുള്ളവർ നിങ്ങൾക്കു ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കും ചെയ്തു കൊടുക്കണം. മത്തായി 7:12, ലൂക്കോസ് 6:31. സുവർണ നിയമത്തിന്റെ അർത്ഥമെന്താണ്? മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ഇടപെടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മൾ അവരോട് ഇടപെടാനാണ് സുവർണ നിയമം പറയുന്നത്. ഉദാഹരണത്തിന്, മറ്റുള്ളവർ നമ്മളോട് സ്നേഹത്തോടെയും ദയയോടെയും ആദരവോടെയുമൊക്കെ ഇടപെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അവർക്കും ചെയ്തു കൊടുക്കേണ്ടതല്ലേ? ലൂക്കോസ് 6:31. സുവർണ നിയമം അനുസരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും സുവർണ നിയമം പ്രയോജനം ചെയ്യും. ഉദാഹരണത്തിന്, വിവാഹ ഇണകൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. എഫേസ്യർ 5:28-33. നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കളെ സഹായിക്കും. എഫേസ്യർ 6:4. സുഹൃത്തുക്കൾ, അയൽക്കാർ, സഹജോലിക്കാർ എന്നിവർ തമ്മിൽ നല്ല ബന്ധങ്ങൾ വളരാൻ ഇടയാക്കും. സുഭാഷിതങ്ങൾ 3:27-28. കൊലോസ്യർ 3:13. സുവർണ നിയമത്തിന്റെ തത്വമാണ് പഴയ നിയമത്തിലെ മിക്ക ഭാഗങ്ങളിലും കാണുന്നത്. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പ്രവചനവചനങ്ങളുടെയും സാരം യേശുവിന്റെ ഈ നിയമമാണ്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പഴയ നിയമത്തിലെ അടിസ്ഥാന സത്യത്തിന്റെ ഒരു സംഗ്രഹമാണ് സുവർണ നിയമം. റോമർ 13:8. തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിനെയാണോ സുവർണ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാണ് യേശു ഊന്നൽ നൽകിയത്. ശത്രുക്കളോട് പോലും എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞ സമയത്താണ് യേശു സുവർണ നിയമം നൽകിയത്. അതെ, എല്ലാ ആളുകൾക്കും നന്മ ചെയ്യണമെന്നാണ് സുവർണ നിയമത്തിലൂടെ യേശു ഉദ്ദേശിച്ചത്.